നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി 4th സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റാണ്. അതിലെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ തിയറി പോർഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജേർണൽ എൻട്രീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോബ്ലം ആണ്. അപ്പോൾ അതായത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലുസ്ട്രേഷൻ 1 ഒരു ബേസിക് പ്രോബ്ലം ആണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസുകളൊക്കെ എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റിലെ ഇല്ലുസ്ട്രേഷൻ 1 നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റാണ്, അതായത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നത്തെ ബാലൻസ് ഷീറ്റും ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ള കാര്യം അഡ്ജസ്റ്റ്മെന്റിലും തരും. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം എഴുതേണ്ടത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 1 എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഹാർഡ് ലെഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ സമയത്ത് കോർട്ട് അംഗീകരിച്ചത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ്. അപ്പൊ ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഇന്ന കാര്യങ്ങളാണ് അവർ ചേഞ്ചസ് വരുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കോടതി എന്ത് ചെയ്യണം, അംഗീകരിക്കണം. കോടതി അംഗീകരിച്ചാൽ മാത്രമേ ഈ കമ്പനിക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബാലൻസ് ഷീറ്റ് നോക്കാം. അപ്പം നമുക്ക് തരുന്നത് എന്താണ്, വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് ആയിരിക്കും. കാരണം കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തരുന്നത് വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പം അത് വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് കണ്ട് പരിചയമാവും. പിന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യം തന്നെ ബാലൻസ് ഷീറ്റ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് മെയിൻ ഹെഡിങ്. അതിനകത്ത് വരുന്ന സബ് ഹെഡിങ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്താണ് ഈ പറയുന്ന നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് വരുന്നത്. അപ്പൊ ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 20 ലക്ഷം രൂപയാണ് തന്നിരിക്കുന്നത്. ഷെയർ ക്യാപിറ്റലിന്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 10 രൂപയാണ് ഒരു ഷെയറിന്റെ വില. ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച് എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ 20 ലക്ഷം. അപ്പൊ 20 ലക്ഷം എന്ന് പറയുമ്പോൾ 2 ലക്ഷം ഷെയർ, ഒരു ഷെയറിന് 10 രൂപ വെച്ച്, അങ്ങനെയാണ് 20 ലക്ഷം രൂപ വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് റിസർവ് ആൻഡ് സർപ്ലസിൽ പറയുന്നുണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് 1,90,000 ഉണ്ട്. അത് ബ്രാക്കറ്റിലാണ് തന്നിരിക്കുന്നത്. ബ്രാക്കറ്റിൽ തന്ന ഓർക്ക് അത് ലോസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. പിന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല. സാധാരണ നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ് നമ്മുടെ ഡിബഞ്ചർ, ബാങ്ക് ലോണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റേഴ്സ് 15 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് ലയബിലിറ്റി. ചെറിയൊരു ബാലൻസ് ഷീറ്റാണ്. ദെൻ അസറ്റ് സൈഡിൽ തന്നെ ആദ്യത്തെ ഹെഡിങ്, അസറ്റിനകത്ത് ഫസ്റ്റ് വരുന്ന നോൺ കറണ്ട് അസറ്റ് ആണ്. നോൺ കറണ്ട് അസറ്റിൽ തന്നെ പിന്നീട് ഫിക്സഡ് അസറ്റ് സബ് ഹെഡിങ് വരും. ഫിക്സഡ് അസറ്റ് തന്നെ പിന്നീട് ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് തിരിക്കും. അപ്പൊ ഇവിടെ ടാഞ്ചിബിൾ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 17 ലക്ഷം ഉണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ്വില് 5 ലക്ഷം ഉണ്ട്. പിന്നെ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെന്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതിലെ ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ആണ്, 8 ലക്ഷം രൂപയുണ്ട്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് ആണ്, അത് 3 ലക്ഷം ഉണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ടു ബാങ്കോ ആവാം, അത് 10,000 ആണ്. അപ്പൊ ഇത്രയുമാണ് ആ ഒരു കമ്പനിയുടെ റീകൺസ്ട്രക്ഷന് മുമ്പുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് 3 അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഒന്ന്, ഇവരുടെ ഷെയർ ക്യാപിറ്റൽ 10 രൂപയാണ് എന്ന് പഴയ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈച്ച് എന്ന് പറയുന്നത്. അപ്പൊ 10 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയറിനെ ഇവര് 5 രൂപയായിട്ട് കുറച്ചു. അതാണ് ഇവരുടെ ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ രണ്ടാമത് പറയുന്നത് ഈ ബിസിനസ്സിനകത്ത് ഗുഡ്വില്ലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ബാലൻസും ഉണ്ട്. ഇത് രണ്ടും എഴുതി തള്ളുക. അപ്പം ഗുഡ്വില്ല് ഇവിടെ 5 ലക്ഷം രൂപയുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുകൊണ്ട് 1,90,000 ലോസ് ഉണ്ട്. ഇത് രണ്ടും റൈറ്റ് ഓഫ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 3,10,000 രൂപ എഴുതി തള്ളി, റിട്ടേൺ ഡൗൺ ചെയ്തു.
അപ്പം അതും നമുക്ക് ഇപ്പൊ ഈ എഴുതി തള്ളുക എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ എഴുതി തള്ളേണ്ടത്. അപ്പൊ ഈ 3 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ എന്തൊക്കെ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഒന്ന്, ക്യാപിറ്റലിന്റെ വില കുറച്ചു. 10 രൂപ എന്ന് പറയുന്ന ഷെയറിന്റെ വില 5 രൂപയായിട്ട് കുറച്ചു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ കുറയ്ക്കുന്നതിന്റെ എൻട്രി ആയിരിക്കണം. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഇവരിവിടെ ബാക്കിയെല്ലാം റൈറ്റ് ഓഫ് ചെയ്ത കാര്യം പറയുന്നത്. ഇവിടെ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തു, ലോസ് എഴുതി തള്ളി, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കുറച്ചു. അപ്പൊ ഇത് 3 എഴുതി തള്ളുകയാണ്. അപ്പൊ ഇത് ഇത്ര എഴുതി തള്ളുന്ന എവിടെ നിന്നായിരിക്കും? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ എമൗണ്ട് എല്ലാം എഴുതി തള്ളുന്നത്. അപ്പൊ അതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി എഴുതണം. അങ്ങനെ 2 ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എഴുതുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു ടു റെഡ്യൂസ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ 5 പെർ ഷെയർ. ഷെയർ ക്യാപിറ്റലിന്റെ വില എന്തായിട്ട് കുറഞ്ഞു? ഷെയറിന്റെ വില 5 രൂപയായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പഴയ വില 10 രൂപയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ വില 5 രൂപയാണ്. അപ്പൊ നോക്കിയേ, മൊത്തം ഇവിടെ 20 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ആണ് ഉള്ളത്. 20 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്ര ഷെയറാ ഉള്ളത്? 20 ലക്ഷത്തിനെ ഒരു ഷെയറിന്റെ വിലയായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ലക്ഷം ഷെയർ ആണ് നമ്മുടെ ഉള്ളത്, ഇപ്പൊ നിലവിൽ ഉള്ളത്. ഈ 2 ലക്ഷം ഷെയർ ഇനി മുതൽ 5 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൽക്കാനായിട്ട് പോകുന്നത്. അതായത് ഷെയറിന്റെ വില 5 രൂപയായിട്ട് മാറ്റി. 5 രൂപയായിട്ട് മാറ്റി എന്ന് പറയുമ്പോൾ കമ്പനിയിൽ ഇനി മുതൽ 10 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവത്തുള്ളൂ. ബാക്കി 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റണം. അപ്പം ഇവിടെ നോക്കിയേ, ഇപ്പൊ മൊത്തം 20 ലക്ഷമാണ് ഉള്ളത്. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അപ്പം 20 ലക്ഷത്തിനെ 10 കൊണ്ട് ഒരു ഷെയറിന്റെ വിലയായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 ലക്ഷം ഷെയർ നമ്മുടെ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ മുതൽ ഈ 2 ലക്ഷം ഷെയർ എത്ര രൂപയ്ക്കാണ്? 5 രൂപയ്ക്ക് എന്നുള്ളതായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 10 ലക്ഷം രൂപയാണ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ മൊത്തം 20 ലക്ഷം ഉണ്ട്. അപ്പൊ 20 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാത്രം ഷെയർ ക്യാപിറ്റൽ ആയിട്ട് വെക്കുക. ബാക്കി 10 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റുക. അപ്പൊ അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ റെഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. എമൗണ്ട് 10 ലക്ഷം. നിങ്ങൾ അല്ലാതെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് എഴുതിയാലും തെറ്റില്ല. ഇതിപ്പം മാറ്റിയത് മാത്രം ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഇപ്പൊ എൻട്രി ഇതാണ്. അപ്പൊ നമുക്ക് നറേഷനായിട്ട് എഴുതാം. എന്താണ്? ഫേസ് വാല്യൂ ഓഫ് ഷെയർ റെഡ്യൂസ് ടു ₹5 എന്ന് നമുക്ക് നറേഷനായിട്ട് എഴുതാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. 20 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റലായിട്ട് ഇരുന്നതിൽ നിന്ന് 10 ലക്ഷം രൂപ നമ്മൾ എങ്ങോട്ട് മാറ്റി? ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റി. ഇനി അടുത്ത എഴുതാനുള്ളത്, ഇപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കിടപ്പുണ്ട്. അപ്പൊ ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇനി പറയുന്ന എന്താണ് ഗുഡ്വില്ല്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ്, ഇതൊക്കെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് ആ എൻട്രിയാണ് ഇനി അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷനിൽ കിടക്കുന്ന ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് എന്തൊക്കെയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ എൻട്രി ഇങ്ങനെയാണ്. ഇപ്പൊ ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇപ്പൊ നമ്മൾ 10 ലക്ഷം രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലെ പൈസ നമ്മൾ ഓരോന്ന് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെന്ത് ചെയ്യും? കുറയും. അപ്പൊ കുറയുന്നുണ്ട്. ഇവിടെ ക്രെഡിറ്റ് ആയ ക്യാപിറ്റൽ റിഡക്ഷൻ നമ്മൾ ഇനി എന്താക്കണം? ഡെബിറ്റ് ആക്കണം. അപ്പൊ എൻട്രി ഇങ്ങനെയാണ്: ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു. ഇനി എന്തൊക്കെയാണ് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഗുഡ് വില്ല്. അപ്പൊ നമ്മൾ ഗുഡ് വില്ല് എഴുതുക. ദെൻ അടുത്ത പറഞ്ഞിട്ടുണ്ട് P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇതിന്റെയൊക്കെ എമൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് തന്നിട്ടുണ്ട് 3,10,000 റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് 3,10,000 എഴുതാം. ബാക്കി രണ്ടിന്റെ എമൗണ്ട് തന്നിട്ടില്ല, പക്ഷെ ബാലൻസ് ഷീറ്റ് നോക്കി എഴുതിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് 1,90,000 ആണ്. അപ്പൊ നമുക്കത് 1,90,000 എഴുതാം. ദെൻ ഗുഡ് വില്ല് 5 ലക്ഷം എന്നും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്, അതും എഴുതുക. ക്യാപിറ്റൽ റിഡക്ഷൻ നേരെ 10 ലക്ഷം എഴുതുക. കാരണം 10 ലക്ഷമാണ് ക്യാപിറ്റൽ റിഡക്ഷനകത്തുള്ളത്. ഈ 10 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നോക്കി, ഈ 10 ലക്ഷം രൂപയും റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ തീർന്നോ നോക്കുക. കാരണം ഗുഡ് വിൽ 5 ലക്ഷമാണ്,
പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ് 1,90,000 ആയി, പ്ലാന്റ് ആൻഡ് മെഷീനറി 3,10,000 ആയി. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 ലക്ഷം രൂപയായി. 5 ലക്ഷം, 1,90,000, 3,10,000, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 ലക്ഷമായി. അതായത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ കിടന്ന 10 ലക്ഷം രൂപയെ നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. റിമൈനിങ് ആയിട്ട് ഒന്നുമില്ല. റിമൈനിങ് ആയിട്ട് വല്ല ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് എന്തിലോട്ട് മാറ്റാം, ക്യാപിറ്റൽ റിസർവിലോട്ടൊക്കെ മാറ്റായിരുന്നു. അപ്പൊ ഇവിടെ എത്ര രൂപയാണോ ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് നമ്മൾ മാറ്റിയത് അത്രയും രൂപയെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ല. അപ്പൊ ഇത്രയുമാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായി റിലേറ്റ് ചെയ്യുന്ന 2 എൻട്രീസ്. വളരെ എളുപ്പമാണ്. ഇവിടെ ഷെയറിന്റെ എമൗണ്ട് കുറച്ചതിന്റെ ഒരു എൻട്രി എഴുതുക. ആ കുറച്ച് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനോട്ട് മാറ്റിയിട്ട എമൗണ്ട് ഉപയോഗിച്ച് അസറ്റുകളോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റോ ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യാണ്ടെങ്കിൽ അത് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് എഴുതുക. ഇത് രണ്ടേ ഉള്ളൂ. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഒരു അക്കൗണ്ട് ആണ്. അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ആണ്. എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എങ്ങനെയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ നോക്കാം. അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ജേർണൽ എൻട്രി എങ്ങനെയായിരുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്നായിരുന്നു. അപ്പൊ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ബൈ ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. അപ്പൊ നമുക്ക് എഴുതാം ബൈ ഷെയർ ക്യാപിറ്റൽ, എമൗണ്ട് 10 ലക്ഷം. ഇനി അടുത്ത രണ്ടാമത്തെ എൻട്രി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വില്ല് ടു P&L അക്കൗണ്ട് ദെൻ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എന്നാണ്. അപ്പൊ നമ്മൾ എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡ് എഴുതുക. അപ്പൊ എഴുതേണ്ടത് ടു ഗുഡ് വില്ല്, എമൗണ്ട് 5 ലക്ഷം ആയിരുന്നു, അതുപോലെ എഴുതാം. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,90,000. ദെൻ ലാസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പം എൻട്രി എഴുതി കഴിഞ്ഞാൽ ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അത് നോക്കി ഇങ്ങോട്ട് എഴുതണം എന്ന് മാത്രം. 3,10,000. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ടാലി ആവും. കാരണം 10 ലക്ഷമാണ് ഇവിടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിനകത്ത് ഉണ്ടായിരുന്നത്. ആ 10 ലക്ഷം രൂപയെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഉപയോഗിച്ചു, റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ബാലൻസ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഗുഡ് വില്ലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇവിടെ മൊത്തം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ആണ്. അത് റീകൺസ്ട്രക്ഷൻ നടത്തുന്നതിന് ശേഷം ഉള്ള ബാലൻസ് ഷീറ്റ് ആണ്. കാരണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ പഴയ ബാലൻസ് ഷീറ്റിൽ 20 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ 10 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു, 10 ലക്ഷമായിട്ട് കുറച്ചു. അപ്പൊ ബാക്കി 10 ലക്ഷമാണ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് വഴി ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തു. അപ്പൊ ഇനി മുതൽ ഗുഡ് വിൽ ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില കുറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നടത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ പുതിയ ഫോർമാറ്റ്. ഇതേപോലെ വെർട്ടിക്കുലർ ഫോമിലാണ് ഒരു പർട്ടിക്കുലേഴ്സ് കോളം. പഴയതുപോലെ അസറ്റ് ലയബിലിറ്റീസ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കോളം തിരിക്കേണ്ട. പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞൊരു കോളം കാണും. പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കാണും. ഈ നോട്ട്സ് ടു അക്കൗണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് എഴുതുന്ന ഒരു ഐറ്റം ആണ് തിരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരച്ച് കാണിക്കും. അപ്പോൾ അത് എത്രാമത്തെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റിസർവ് ആൻഡ് സർപ്ലസ് ഒന്നാമത്തേക്ക് നമ്മളിവിടെ 1 എഴുതും. പിന്നെ അസറ്റും അതേപോലെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ടാഞ്ചിബിൾ അസറ്റിനകത്ത് ഒരുപാട് അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ എത്രാമത്തെയാണെന്ന് വെച്ചാൽ അത് കാണിക്കും. അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിനകത്ത് എഴുതാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പം നമ്മൾ ഇത്രയാണ്. പിന്നെ ഒരു എമൗണ്ട് കോളം. ഇത്രയുമാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇനി ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ലയബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റലുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. ബാക്കി ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. അപ്പം ഇക്വിറ്റിയിൽ ഫസ്റ്റ് ഇതിനകത്ത് ആദ്യത്തെ ഹെഡിങ്, ഇപ്പം ഇതാണ് ഫസ്റ്റ് മെയിൻ ഹെഡിങ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ്. അതിനകത്ത് വരുന്ന ഒന്നാമത്തെ ഇത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരുന്ന സബായിട്ടുള്ള ഹെഡിങ് ആണ് ഒന്ന് ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലും പ്രോഫിറ്റും ആണ്. അപ്പം ഫസ്റ്റ് ആണ് ഷെയർ ക്യാപിറ്റൽ. എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണം. ഇവിടുത്തെ പഴയ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ 10 രൂപയായിരുന്നു. ഇപ്പോഴത്തെ ആണെങ്കിൽ ഷെയർ ഓഫ് ₹5 ഈച്ച്. കാരണം നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10 രൂപ വിലയുള്ള ഷെയറിന്റെ
നമ്മൾ എത്ര ആയിട്ട് മാറ്റി, 5 രൂപയാക്കി മാറ്റി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഷെയർ ക്യാപിറ്റലായിട്ട് ബ്രാക്കറ്റ് 5 എന്ന് കാണിക്കേണ്ടത്. എന്നിട്ട് ഈ എമൗണ്ട് എത്രയാണ്? 10 ലക്ഷം. പഴയ ബാലൻസ് ഷീറ്റ് 20 ലക്ഷമാണ്, ഇവിടെ 10 ലക്ഷം. 10 ലക്ഷം എങ്ങനെയാണ് വന്നെന്ന് ചോദിച്ചാൽ 20 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ നമ്മൾ ക്യാപിറ്റൽ റിലേഷനിലോട്ട് മാറ്റി, പിന്നെ ബാക്കി 10 ലക്ഷമേ ഇപ്പൊ നിലവിൽ ഷെയർ ക്യാപിറ്റലിലുള്ളൂ. അതാണ് നമ്മൾ എഴുതിയത്. ദെൻ ഇത് കഴിഞ്ഞു. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാനായിട്ട് ഒന്നുമില്ല. സാധാരണഗതിയിൽ റിസർവ് ആൻഡ് സർപ്ലസ്, നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതുപോലെ നോക്കി എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ റിസർവ് ആൻഡ്, പഴയ ബാലൻസ് ഷീറ്റ് റിസർവ് ആൻഡ് സർപ്ലസ് എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,90,000 ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് എഴുതി ഇടുക. ദെൻ അടുത്ത മെയിൻ 2 ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. അതൊരു ഐറ്റം ആണ്. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. അത് സാധാരണഗതിയിൽ നമുക്ക് എമൗണ്ടുകളൊന്നും കാണില്ല, അപ്പൊ നമ്മൾ എഴുതി ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ദെൻ മൂന്നാമത്തത് നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പൊ ഇവിടെ നോൺ കറണ്ട് ലയബിലിറ്റീസുകളൊന്നും തന്നെ നമ്മളുടെ പഴയ ബാലൻസ് ഷീറ്റിൽ ഇല്ല. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ എഴുതി ഇട്ടാൽ മതി. ഇപ്പൊ അഥവാ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കും, അതുപോലെ ഫോർമാറ്റ് എഴുതിയാൽ മാത്രം മതി. പക്ഷെ എമൗണ്ടുകൾ ശ്രദ്ധിക്കുക, പുതിയ ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് പഴയതുപോലെ എഴുതി വെക്കരുത്. എന്തൊക്കെ ചേഞ്ചസ് വന്നു അതെല്ലാം മാറ്റുക എന്ന് മാത്രം. അപ്പം നോൺ കറണ്ട് ലയബിലിറ്റീസുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എഴുതി അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ബാക്കി അടുത്ത കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. ദെൻ അടുത്ത 4-മത്തെയാണ് കറണ്ട് ലയബിലിറ്റീസ്. ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കറണ്ട് ലയബിലിറ്റീസ്. നമുക്കിവിടെ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് വരുന്നത്, കറണ്ട് ലയബിലിറ്റീസിനകത്ത് വരുന്നത് ട്രേഡ് പേയബിൾസ് ആണ്. അപ്പൊ നമ്മൾ ട്രേഡ് പേയബിൾസ് എന്ന് എഴുതുക. ദെൻ ബ്രാക്കറ്റ്, ഇപ്പൊ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ സാധാരണ ട്രേഡ് പേയബിൾസും ഷോർട്ട് ടേം പ്രൊവിഷനും ആണ് വരുന്നത്. ഇവിടെ ട്രേഡ് പേയബിൾസ് മാത്രമേ ഉള്ളൂ. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് കാണിക്കാം. അപ്പൊ പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കുക, ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ട്? 15 ലക്ഷം ഉണ്ട്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ആ 15 ലക്ഷവും കാണിക്കാം. ഇത്രയുമാണ് ലയബിലിറ്റീസ്. അപ്പൊ ലയബിലിറ്റീസ് എന്ന് പറയുമ്പം പഴയ ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സ് 15 ലക്ഷമായിട്ട് മൊത്തം 25 ലക്ഷം രൂപയാണ് ലയബിലിറ്റീസ് ടോട്ടൽ വരുന്നത്. അത് നമ്മൾ എഴുതി ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. അപ്പൊ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് മെയിൻ ഹെഡിങ് എഴുതുക. അതിനുശേഷം ആദ്യം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് സബ് ടൈറ്റിൽ ആയിട്ട് വരുന്നത് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ആണ്. അതിനുശേഷം വരുന്നത്, അപ്പൊ അത് രണ്ടുമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് വരുന്നത്. ദെൻ അടുത്തത് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് എന്ന് വരും. ദെൻ അതിനുശേഷം നോൺ കറണ്ട് ലയബിലിറ്റീസ് വരും. ദെൻ അതിനുശേഷം കറണ്ട് ലയബിലിറ്റീസ് വരും. ഇത്രയുമാണ് ലയബിലിറ്റി. ദെൻ അടുത്ത മെയിൻ 2 എന്ന് പറയുന്നത് അസറ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം അസറ്റ്സ് എന്ന ഹെഡിങ് എഴുതാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് ആണ് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ആണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് തന്നെ വീണ്ടും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ടാഞ്ചിബിൾ അസറ്റ്, പഴയ ബാലൻസ് ഷീറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഈ എമൗണ്ട് 17 ലക്ഷം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 3,10,000 രൂപ എഴുതി തള്ളി. അതിന്റെ അർത്ഥം 17 ലക്ഷത്തിൽ നിന്ന് 3,10,000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ഈ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ എമൗണ്ട് 13,90,000 വരും. ഇത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ 17 ലക്ഷത്തിൽ നിന്നും 3,10,000 രൂപ കുറച്ച് കാണിക്കാം. കാരണം ഇവിടെ റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിനകത്ത് പഴയ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വില് 5 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു ഗുഡ് വില് എഴുതി തള്ളി. റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇതിൽ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കാഞ്ഞത്. കാരണം അതെല്ലാം നമ്മൾ എഴുതി തള്ളിയതാണ്. എഴുതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പാടില്ല. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് ഹെഡിങ് എഴുതി ഇട്ടാൽ മാത്രം മതി. ദെൻ അടുത്തത് മെയിൻ 2
എന്താണ്, കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോക്ക്, ഡെപ്റ്റർ, ക്യാഷ് ഇൻ ഹാൻഡ് 3 കാര്യങ്ങളാണ്. അത് 3 നമുക്ക് അതുപോലെ എഴുതാം. പക്ഷെ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇൻവെന്ററി ആണ്. ഇൻവെന്ററീസ്, ദെൻ ട്രേഡ് റിസീവബിൾസ്, ദെൻ ലാസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് മെയിൻ 2 കറണ്ട് അസറ്റ് ആണ്. ഇപ്പൊ ബാക്കിയുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കറണ്ട് അസറ്റ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. കറണ്ട് അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റിനകത്ത് 3 സബ് ടൈറ്റിൽ ആയിട്ടാണ് കിടക്കുന്നത്. ഒന്ന് ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്ന് പറയുമ്പം അത് ബ്രാക്കറ്റ് എഴുതുക, സ്റ്റോക്ക് ആണ്. ദെൻ 2 ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണെങ്കിൽ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇതിന്റെ എമൗണ്ടിനകത്തൊന്നും യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. കാരണം അതുമായി റിലേറ്റ് ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെന്റ്സും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഴയ നമ്മൾ ക്വസ്റ്റിനിൽ തന്ന ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് തന്നെ എഴുതുക. അതായത് സ്റ്റോക്ക് 8 ലക്ഷം, 8 ലക്ഷം രൂപയാണ്. ദെൻ അടുത്തത് 3 ലക്ഷം. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 10,000. അപ്പോൾ നമ്മളുടെ അസറ്റ്, നോൺ കറണ്ട് അസറ്റിനകത്തൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി 13,90,000 കൂടാതെ ഈ കറണ്ട് അസറ്റും എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 25 ലക്ഷം രൂപ കിട്ടും. അവ നമ്മൾ എഴുതുക. അപ്പോൾ അസറ്റും ലയബിലിറ്റീസും ടാലിയായി. ഇത്രയുമാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ റൈറ്റ് ഓഫ് ചെയ്തോ അതൊന്നും നമ്മൾ റീകൺസ്ട്രക്ഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിനകത്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ക്വസ്റ്റിനെ നമുക്ക് ബാലൻസ് ഷീറ്റ് തരും, അത് അതുപോലെ അതേ ഫോർമാറ്റ് നോക്കി എഴുതുക. പക്ഷെ ഐറ്റം എഴുതുമ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത കാര്യങ്ങളൊന്നും എഴുതാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ ചില അസറ്റിന്റെ ഒക്കെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്തു അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിപ്രീസിയേഷൻ സംഭവിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ ആ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതുക. പിന്നെ അതുപോലെ തന്നെ എഴുതി തള്ളി റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീടുള്ള ബാലൻസ് ഷീറ്റിൽ കാണിക്കാതിരിക്കുക. പിന്നെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനകത്താണെങ്കിൽ 10 രൂപയാണ് ഒരു ഷെയറിന്റെ വില. മൊത്തം 20 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഷെയറിന്റെ വില എത്ര ഷെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. കാരണം 20 ലക്ഷത്തിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി മൊത്തം 2 ലക്ഷം 2 ലക്ഷം ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അങ്ങനെ 20 ലക്ഷം രൂപയുടെ ഷെയർ നമ്മുടെ കയ്യിൽ വന്നത്. ഈ 10 രൂപയുടെ ഷെയറിന്റെ വില 5 രൂപയായിട്ട് മാറ്റി എന്ന് പറയുമ്പോൾ 2 ലക്ഷം ഷെയർ ഇൻറ്റു 5, 10 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇനി മുതൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇനി മുതലുള്ള പിന്നെ ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ കാണിക്കും. അപ്പോൾ ബാക്കി 10 ലക്ഷം രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് മാറ്റിയത്. അത് പിന്നീട് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ എമൗണ്ട് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. വളരെ എളുപ്പമാണ്. പിന്നെ ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും ഓരോ അഡ്ജസ്റ്റ്മെന്റ്സുകൾ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്റേണൽ റീകൺസ്ട്രക്ഷനകത്ത് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ